Now what if the ice melts? ഐസ് ഈ പറയുന്ന വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Now ഇത് പ്യുവർ ഐസ് ആൻഡ് വാട്ടർ ആണെങ്കിൽ നോ ചേഞ്ച് ഇൻ ദ ലെവൽ. അതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. നോ ചേഞ്ച് ഇൻ ദ ലെവൽ. അതേസമയം അത് ഐസ് ആൻഡ് സോൾട്ട് വാട്ടർ ആണെങ്കിൽ, ഐസ് ആൻഡ് സോൾട്ട് വാട്ടർ ആണെങ്കിൽ ദ ലെവൽ റൈസ്. അതേസമയം സോൾട്ടി ഐസ് ആണെന്ന് വിചാരിക്കുക, എന്ന് വെച്ചാൽ സോൾട്ട് വാട്ടർ ഫ്രീസ് ചെയ്ത ഐസാണ് ആൻഡ് വാട്ടർ ആണെങ്കിൽ ദ ലെവൽ ഫോൾ. ഇനി ഇതിൽ തന്നെ വേറൊരു കേസും കൂടെ ഉള്ളത്, ഐസ് വിത്ത് എ കോയിൻ ഇൻ വാട്ടർ ആൻഡ് വാട്ടർ. ഐസ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നു, ഐസിൻ്റെ ഉള്ളിൽ ഒരു കോയിൻ ഉണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് ആ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ കോയിൻ വിൽ സിങ്ക്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതായത് ഐസിന് അകത്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഐസ് മെൽറ്റ് ചെയ്താൽ സിങ്ക് ചെയ്യുമെങ്കിൽ ദ ലെവൽ ഫോൾ. അതേസമയം ഐസ് വിത്ത് എ വുഡൻ ബ്ലോക്ക് ആൻഡ് വാട്ടർ. ഐസിനകത്തിരിക്കുന്ന ഒരു മരത്തിൻ്റെ കഷ്ണമാണ്, അത് നമുക്കറിയാം ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മരത്തിൻ്റെ കഷ്ണം ഫ്ലോട്ട് ചെയ്യുകയുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിൽ ലെവലിൽ ചേഞ്ച് ഉണ്ടാവില്ല, നോ ചേഞ്ച്. ഇതിനൊക്കെ ഡെറിവേഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, ഫോർമുലകളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക.